എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാം ശാപം വരുന്ന വഴികളെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ മൃഗങ്ങളെ, പക്ഷികളെ, ജീവജന്തുക്കളെ നോക്കി പല കാര്യങ്ങളും പഠിക്കാനുണ്ട് എന്നതിനെപ്പറ്റി നമ്മൾ പറയുകയായിരുന്നു. അടുത്ത ഒരു വാക്യം വായിക്കാം. മലാക്കി എഴുതിയ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. ഈ വചനത്തിന് മുമ്പുള്ള കുറച്ച് വചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് ദൈവവേല ചെയ്യുന്നവരെ പറ്റി ആണെന്നുള്ള കാര്യം. ദൈവനാമത്തിൽ വിശ്വാസികളെയും മറ്റുള്ളവരെയും കബളിപ്പിച്ച് സ്വന്തം സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നവരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കേവലം ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല, എല്ലാ മതക്കാരും ഇത് തന്നെ ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ഭയം സാധാരണ ജനങ്ങളുടെ മനസ്സിൽ കുത്തി നിറച്ച് അവരെ കൊണ്ട് ദൈവത്തിന് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കോപം, ദൈവകോപം, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവകോപം, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവകോപം, ഇങ്ങനെ ചെയ്താൽ ദൈവം പ്രസാദിക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഭക്തന്മാർ ദൈവത്തിന് എന്തും കൊടുക്കാൻ തയ്യാറാകുന്നു. ക്രിസ്തീയ വിശ്വാസി ഗോളത്തിലും ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ പോലും ചാരിറ്റിയുടെ പേരിൽ, കളക്ഷൻ്റെ പേരിൽ, കൺവെൻഷൻ്റെ പേരിൽ, ക്രൂസേഡ് നടത്താനുള്ള പേരിൽ, നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ദുരാത്മാവിനെ ഇറക്കാൻ ദൈവദാസന്മാർ സ്പെഷ്യൽ ഫീസ് വാങ്ങിക്കുന്നു, രോഗശാന്തിക്ക് സ്പെഷ്യൽ ഫീസ് വാങ്ങിക്കുന്നു. അങ്ങനെ പലതും. നോർത്ത് ഇന്ത്യയിൽ കുറച്ച് മലയാളികളായിട്ടുള്ള പാസ്റ്റർമാരെ എനിക്കറിയാം. അവരായിരിക്കുന്ന ഓർഗനൈസേഷൻ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ചർച്ചിൽ വരുന്ന ദശാംശവും ഓഫറിങ്ങും എല്ലാം എടുക്കുന്നുണ്ട്. അതിനപ്പുറമായി പരിചയക്കാരെയും പഴയ വിശ്വാസികൾ വിദേശത്തുള്ളവരെയൊക്കെയും മറ്റ് സ്റ്റേറ്റിലുണ്ടെങ്കിലും അവരെയൊക്കെയും വിളിച്ച് സപ്പോർട്ട് ആവശ്യപ്പെടുക. അങ്ങനെ തുടങ്ങി ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തെ വിറ്റ് ജീവിക്കുക. വചനം പറയുന്നു, നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. മറ്റൊരു വചനം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലും ആയിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. ഈ വചനങ്ങളിൽ ഒരു സുപ്രധാനമായ സന്ദേശം നൽകുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെയും കരുണയുടെ പ്രാധാന്യതയുടെയും കുറിച്ച് ഈ വചനങ്ങൾ വിശ്വാസികളോട് അവരുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കുന്നു. ദൈവം ന്യായവാനായ ഒരു വിധികർത്താവാണ്. അവസാന ന്യായവിധിയിൽ ദൈവം മനുഷ്യരെ അവരുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധിക്കും. സ്നേഹവും കരുണയും ആവശ്യമാണ്. വിശ്വാസം മാത്രമല്ല, സ്നേഹവും സഹായവും ആണ് ഒരു ക്രിസ്ത്യാനിയുടെ ചിഹ്നം. വിശപ്പുള്ളവന് ആഹാരം നൽകുന്നത് യേശുവിനെ തുണയ്ക്കുന്നത് പോലെ തന്നെയാണ്. കരുണയില്ലായ്മ ഒരു ഗുരുതരമായ പാപമാണ്. നാം ചെയ്യാതെ പോയ ചുമതലകൾ ഇങ്ങനെയാണ്: വിശപ്പുള്ളവന് ഭക്ഷണം കൊടുത്തില്ല, ദാഹിച്ചവന് വെള്ളം കൊടുത്തില്ല, അന്യനെ സ്വീകരിച്ചില്ല, രോഗിയെയും തടവുകാരനെയും സന്ദർശിച്ചില്ല. യേശു നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത് വിശ്വാസത്തോടൊപ്പം കരുണയും പ്രവൃത്തിയും കൂടി ചെയ്യണമെന്നാണ്. നാം ബൈബിളിലെ ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെ 12 തരത്തിലുള്ള ശാപങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നു.
നമുക്ക് അതൊന്ന് നോക്കാം. ഒരു വചനം വായിക്കാം. ആവർത്തന പുസ്തകത്തിൻ്റെ 27-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് ഉത്തരം പറയണം. അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കൂട്ടുകാരൻ്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. പരദേശിയുടെയും അനാഥൻ്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പൻ്റെ ഭാര്യയുടെ കൂടെ ശയിക്കുന്നവൻ അപ്പൻ്റെ വസ്ത്രം നീക്കിയതുകൊണ്ട് ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. വല്ല മൃഗത്തോടുകൂടി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അമ്മായിയമ്മയോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കുറ്റമില്ലാത്തവരെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. ഈ വായിച്ച ഭാഗത്ത് 12 തരത്തിലുള്ള ശാപത്തെപ്പറ്റി എഴുതിയിരിക്കുന്നു. അതിൽ എല്ലാം വിവരിക്കേണ്ട ആവശ്യമില്ല. ആ ഭാഗം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്നാൽ അതിൻ്റെ 15-ാമത്തേതും 16-ാമത്തേതുമായ വാക്യങ്ങളെക്കുറിച്ച് അല്പം പറയുവാൻ ആഗ്രഹിക്കുന്നു. ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. യഹോവ ദേഹരഹിതനായ ദൈവമാണ്. ആകയാൽ ആകൃതി നൽകിയ പ്രതിമകളെ ആരാധിക്കുന്നത് ദൈവം ശക്തിയായി നിരസിക്കുന്നു. കുശലനായ ഒരു പണിക്കാരൻ പണിയെടുത്ത് ഒരു വിഗ്രഹമുണ്ടാക്കി. കലാപരമായി നോക്കിയാൽ അത് വൃത്തിയുള്ളതും മനോഹരവുമാണെന്ന് തോന്നുമെങ്കിലും ദൈവത്തിൻ്റെ മുമ്പാകെ അത് അശുദ്ധമാണ്. അത് ആരും തന്നെ രഹസ്യമായി പോലും പ്രതിഷ്ഠിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ദൈവത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. അതിനാൽ ആ പ്രവൃത്തി ചെയ്യുന്നവരൊക്കെയും ദൈവം ശപിക്കും. ദൈവം എത്ര ഗൗരവത്തോടെ വിഗ്രഹാരാധന നിരസിക്കുന്നു എന്നതിൻ്റെ ഗൗരവവും അതിനോട് ജനങ്ങൾ എങ്ങനെ തങ്ങളുടെ ഉത്തരവാദിത്വം സമ്മതിച്ചു എന്ന് കാണിക്കുകയുമാണ് ആമേൻ എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. ഇവിടെ ഞാൻ അക്രൈസ്തവരായുള്ളവരെ പറ്റി പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ അവരുടെ വിശ്വാസപ്രകാരം പ്രതിമയുണ്ടാക്കുന്നു, അതിനെ നമസ്കരിക്കുന്നു. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണെങ്കിലും ഞാൻ അതിനെ എതിർക്കാൻ ആളല്ല. കാരണം നമ്മുടെ ഭാരതീയ സംവിധാനം അതിനുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ക്രിസ്ത്യൻ ആണെന്ന് പറയുകയും ക്രിസ്തുവായിട്ടും ബൈബിളുമായും ഒരു ബന്ധവുമില്ലാത്ത ക്രിസ്തുവിനെ നിന്ദിക്കുന്നവരെ കാണുമ്പോൾ വലിയ ഖേദം തോന്നാറുണ്ട്. ഞാൻ അവരെ നാമധേയ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇവർ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവം തന്ന 10 കൽപ്പനകളിലെ ആദ്യത്തെ കൽപ്പന തന്നെ ലംഘിക്കുന്നു. 10 കൽപ്പനകളിലെ ആദ്യത്തെ കൽപ്പന പറയുന്നു, പുറപ്പാട് പുസ്തകം 20-3-4 വാക്യങ്ങൾ, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത്.
ബൈബിൾ ഇവിടെ വ്യക്തമായി പറയുന്നു, നീ നിനക്ക് വേണ്ടി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുതെന്ന്, പ്രതിമയും ഉണ്ടാക്കരുത്. ഇവിടെ ശ്രദ്ധിക്കുക, വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറയുന്നു, പ്രതിമ ഉണ്ടാക്കരുതെന്ന് പറയുന്നു. പലരും ചിന്തിച്ചേക്കാം വിഗ്രഹവും പ്രതിമയും ഒന്നല്ലേ എന്ന്. അല്ല, വിഗ്രഹം എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ ഭാവനയിൽ ഉരുത്തിരിയുന്ന കാര്യം, അത് മണ്ണിലോ തടിയിലോ കല്ലിലോ എന്തെങ്കിലും രൂപപ്പെടുത്തിയോ ഉണ്ടാക്കുന്നതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ പ്രതിമയെന്ന് പറഞ്ഞാൽ ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലുള്ളതോ ആയ കാണപ്പെടുന്ന ജലാശയങ്ങളിൽ കാണുന്ന ഏതെങ്കിലും മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ജീവജന്തുക്കളുടെയോ ചരാചരങ്ങളുടെയോ ജലജന്തുക്കളുടെയോ മത്സ്യങ്ങളുടെയോ മാതൃകയിൽ അതേ രൂപം സൃഷ്ടിക്കുന്നതിനാണ് പ്രതിമ എന്ന് പറയുന്നത്. ദൈവം പറയുന്നു, വിഗ്രഹവും ഉണ്ടാക്കരുത്, പ്രതിമയും ഉണ്ടാക്കരുത്. അതിൻ്റെ തുടർച്ചയായി 5-ാം വാക്യത്തിൽ പറയുന്നു, പുറപ്പാട് 20:5, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയുന്ന നാമധേയ ക്രിസ്ത്യാനികളുടെ ചർച്ചുകളിൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാം പലതരത്തിലുള്ള പ്രതിമകൾ, പലതരത്തിലുള്ള ഫോട്ടോകൾ വെച്ച് ആരാധിക്കുന്നത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് അന്യജാതിക്കാരുടെ പ്രതിമ വരെ ചർച്ചിൽ കൊണ്ടുവന്ന് വെച്ച് ആരാധിക്കുന്നു. അങ്ങനെ ദൈവത്തെ കോപിപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവർ യേശുവിനെ തള്ളിക്കളയുക മാത്രമല്ല, ദൈവത്തിൻ്റെ സത്യവചനത്തെയും മറുത്തു കളയുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.